ഞാൻ ഇന്നലെ ഒരു നോൺ വെജിറ്റേറിയൻ മാമ്പഴം കഴിച്ചു കേട്ടോ. എന്താന്നല്ലേ, കഥ വഴിയെ പറയാട്ടോ. ഈ മാമ്പഴക്കാലം തുടങ്ങിയ മുതൽ മാമ്പഴ പുളിശ്ശേരി വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അമ്മ പറയുന്നത് തൊടിയിൽ ഇന്നലത്തെ കാറ്റില് നിറയെ മാമ്പഴം വീണിട്ടുണ്ടെന്ന്. ഒരു ചക്കയും കൂടി ഇട്ടാ അതൂടെ വറുത്തരാന്ന് പറഞ്ഞപ്പോ വേറെ നോക്കിയില്ല, ഒരു തോട്ടിയെടുത്ത് ഞങ്ങൾ തൊടിയിലേക്ക് ഇറങ്ങി. കാര്യം ഈ ചക്ക മൂത്തോ നോക്കാൻ അറിയാൻ പാടില്ലെങ്കിലും ഒക്കട്ടെ എന്ന് വെച്ചിട്ട് ഒരെണ്ണം എടുത്തത് എന്തായാലും ഒത്തു കിട്ടിയിട്ടുണ്ട്. എന്താണെന്നറിയില്ല, പണ്ട് മുതൽ ഈ ചക്കയും മാങ്ങയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒരുമാതിരി ആന കരിമ്പും കാട്ടി കയറിയ പോലെയാ. ഇതൊന്നും മടുക്കും വരെ തിന്നാന്നൊരു ഓപ്ഷൻ എനിക്കില്ല. ഇതൊക്കെ തീരണ വരെ തിന്നാന്നാണ് എന്റെ ഒരു പ്രിൻസിപ്പിൾ. ഈ മാമ്പഴമൊക്കെ പെറുക്കാൻ എന്നെക്കാട് കൂടുതൽ ആവേശം കനിക്കാൻ കേട്ടോ. അതെങ്ങനെയാ, മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കൂലല്ലോ. ആദ്യം കിട്ടിയ മാമ്പഴത്തിന്റെ മുക്കാൽ ഭാഗം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിൽ നിറച്ച് പുഴുവിനെ കാണുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നോൺ വെജിറ്റേറിയൻ മാമ്പഴം. പിന്നെ മാങ്ങാപ്പഴം അല്ലേ, പുഴുവൊക്കെ കാണും, അങ്ങോട്ട് കഴിക്കുക തന്നെ. അപ്പോ ഈ മാങ്ങയൊക്കെ കിട്ടിയ സ്ഥിതിക്ക് ഇനി മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ. ഇനി മാങ്ങ അത് നല്ലപോലെ കഴുകി അതിന്റെ തോലൊക്കെ ചെത്തിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് വേവിക്കാൻ വെക്കാം. അതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും ഒരു മിക്സിന്റെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ചെരുവിയതും കുറച്ച് തൈരും പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അതൊന്ന് അരച്ചു കഴിയുമ്പോഴേക്കും നമ്മുടെ നേരത്തെ അടുപ്പത്ത് വേവാൻ വെച്ച മാങ്ങയിലേക്ക് ഒരു ഇച്ചിരി ശർക്കരപ്പാനിയും കൂടി ഇട്ട് കുറച്ച് നെയ്യും കൂടി ഇട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി വേവിക്കാൻ വെക്കാം. അതൊന്ന് കുറുകി വരുമ്പോഴത്തേനും നമ്മൾ നേരത്തെ അരച്ചു വെച്ച അരപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുക. ഇനി കുറച്ച് നെയ്യിൽ കടുക്, ഉലുവ, വറ്റൽ മുളക് പിന്നെ കുറച്ച് കറിവേപ്പില ഇതിട്ടൊന്ന് താളിച്ചെടുക്കുക. ഇത് നമ്മുടെ വെന്ത് കുറുകിയ മാങ്ങയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പുളിശ്ശേരി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ മധുരക്കറികളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ല ബേഷായി ബോധിക്കും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്.